സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ത്വരീഖത്തിന് എതിരല്ല. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത രീതി, തതബ്ബുഉ അഫ്ആലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ അമലു ബിഹ, നബി കരീമിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ പരിശോധിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക, അതാണ് യഥാർത്ഥത്തിൽ ത്വരീഖത്ത് എന്ന് പറയുന്നത്. ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തെറ്റാണെന്നും പിഴച്ചതാണെന്നും ബഹുജനങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണമെന്നും എന്നും തീരുമാനമെടുത്ത ഒരുപാട് ത്വരീഖത്തുകളുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആരംഭ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രവർത്തനം ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ ഇത്തരം ത്വരീഖത്തിൻ്റെ കള്ള ഷെയ്ഖുമാരെ നേരിടേണ്ട വലിയ ഒരു പ്രതിസന്ധി നമ്മുടെ പണ്ഡിതന്മാർക്കുണ്ടായിട്ടുണ്ട്. കോക്കൂർ ത്വരീഖത്ത് എന്ന് പറയുന്നത് 1930 മണ്ണാർക്കാട്ട് ചേർന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പാസ്സാക്കിയ 4-ാം പ്രമേയം ആ ത്വരീഖത്തിൽ നിന്നും ആളുകൾ മാറി നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. എന്താണ് ഈ കോക്കൂർ ത്വരീഖത്ത് എന്ന് പറയുന്നത്? ഇസ്ലാമികമായ ആ ശരീഅത്തിൻ്റെ മുഴുവൻ നിയമങ്ങളും പിച്ചിച്ചീന്തി അതിൽ നിന്ന് ജനങ്ങളെ മാറ്റി സ്വയം ദേഹേച്ഛക്കനുസൃതമായ ഒരു ത്വരീഖത്ത്, പൈശാചികമായ ഒരു ശൈത്വാനിയായ ഒരു ത്വരീഖത്തിൻ്റെ നേതാവാണ് അതിൻ്റെ തലവൻ. ഇവിടെ കൊടുവള്ളിക്കടുത്ത് പുത്തൻ വീട്ടിൽ അഹമ്മദ് മമ്മദ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹമാണ് ഈ ത്വരീഖത്തിന് നേതൃത്വം നൽകിയിരുന്നത്. നഖ്ശബന്ദി ത്വരീഖത്താണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അവകാശവാദം. അതിൻ്റെ ഖലീഫയാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നത്. തിരൂരങ്ങാടി മർഹൂം കുഞ്ഞഹമ്മദ് ഹാജി, ഷാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി നേരത്തെ തന്നെ ഈ ത്വരീഖത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നും അത് പിഴച്ചതാണെന്നും അദ്ദേഹം ഫത്വ കൊടുത്തിരുന്നു. ഇവരുടെ തെറ്റായ വാദഗതികൾ എന്താണെന്ന് നാം പരിശോധിച്ച് നോക്കിയാൽ വിശദമായതിലേക്ക് ഞാൻ പോകുന്നില്ല. അത് ആത്മശുദ്ധിയില്ലാത്തവരോട് തുടർന്ന് നിസ്കരിക്കൽ അനുവദനീയമല്ലാത്തതിനാൽ ജുമുഅ ജമാഅത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ്. ഇവിടെ നമ്മുടെ ജുമുഅ ജമാഅത്തിൽ പങ്കെടുക്കേണ്ടതില്ല. ആത്മശുദ്ധിയില്ലാത്ത ആളുകളാണ് അതിന് നേതൃത്വം നൽകുന്നത്. അങ്ങനെയുള്ളവരെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല. അതുകൊണ്ട് ജുമുഅ ജമാഅത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം വാദിച്ചിരുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വാദമാണ്, ദീനീ വിജ്ഞാനം ലഭിക്കുവാൻ ഇവിടെ ആ ദീനീ വിദ്യാഭ്യാസമൊന്നും പഠിക്കേണ്ടതിൽ അതിന് വലിയ പുണ്യമൊന്നുമില്ല. ഇവിടെ ദിക്ർ അതുപോലെയുള്ള മറ്റു വല്ല ഇബാദത്തുകളും ചെയ്യുന്നതിനാണ് ഏറ്റവും വലിയ പുണ്യം. മാത്രമല്ല ദീനീ വിജ്ഞാനമൊക്കെ അതവൻ്റെ ബുദ്ധി കൊണ്ട് തന്നെ അവന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്നാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വലിയൊരു പിഴച്ചവാദമാണ്, അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിൻ്റെ ത്വരീഖത്ത് സ്വീകരിച്ചാൽ പിന്നെ അന്യ സ്ത്രീകളെ ദർശിക്കാം, അതിന് യാതൊരു വിരോധവുമില്ല എന്നാണ് അദ്ദേഹം ഇവിടെ പ്രചരിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുരീദന്മാർ പറഞ്ഞിരുന്നതാണ്, ഈ ത്വരീഖത്ത് സ്വീകരിക്കുന്നതിന് മുൻപ് ഞങ്ങൾ അമുസ്ലിങ്ങളായതുകൊണ്ടും ത്വരീഖത്ത് സ്വീകരിച്ചതോടുകൂടെ മുസ്ലിങ്ങളായതുകൊണ്ടും നേരത്തെ പ്രവർത്തിച്ച നിഷിദ്ധ കാര്യങ്ങൾ എല്ലാം തന്നെ പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്നും വന്യരായ അബു സഅദ് ശാലിയാത്തി, അഹമ്മദ് കോയ ശാലിയാത്തി വറല്ലാഹു മർക്കദഹു തങ്ങൾ ഈ ത്വരീഖത്തിൽ നിന്ന് ബഹുജനങ്ങൾ മാറി നിൽക്കണമെന്ന് ബഹുമാനപ്പെട്ടവർ ആഹ്വാനം ചെയ്യുകയുണ്ടായി. ഇങ്ങനെയുള്ള ഈ വ്യാജ ത്വരീഖത്തിൻ്റെ മശായിഖുമാർ ഇവിടെ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് ഇവിടെ പ്രവർത്തനം നടത്തുമ്പോൾ ഇതെല്ലാം കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഇവിടെയുള്ള പണ്ഡിതന്മാർക്ക് സാധിക്കുമോ? അങ്ങനെയായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ നിലനിൽക്കുമോ? അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ നിലനിൽക്കുകയില്ലല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ മഹത്തായ ദീനിനെ ഇവിടെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ ശരീഅത്തിൻ്റെ നിയമങ്ങൾക്ക് യാതൊരു വ്യത്യാസവുമില്ലാതെ അതിനെ വളരെ വ്യക്തമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നാളിതുവരെ ഇതാ ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സമസ്തക്ക് നേരിടേണ്ടി വന്ന മറ്റൊരു വെല്ലുവിളിയാണ്
ഇവിടെ നൂരിഷ ത്വരീഖത്ത് ഹൈദരാബാദുകാരനായ ആ നൂരിഷ അദ്ദേഹം ഇവിടെ നേരത്തെ വന്ന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെങ്കിലും വാസ്തവത്തിൽ അദ്ദേഹം ഇവിടെ ഒരു മുറബ്ബിയായ ശൈഖാണ് എന്നവകാശപ്പെട്ടുകൊണ്ടുള്ളൊരു പ്രവർത്തനം അദ്ദേഹം ഇവിടെ ആദ്യകാലത്ത് നടത്തിയിരുന്നില്ല. അതുകൊണ്ട് അതിനെ ഒന്നും എതിർക്കേണ്ട ആവശ്യവും ഇല്ല. അങ്ങനെയുള്ള അദ്ദേഹം ഇവിടെ വെച്ച് പുലർത്തുന്ന തെറ്റായ ആദർശങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം ഇവിടെ പ്രചരിപ്പിച്ചിരുന്നില്ല. അവസാനം അദ്ദേഹം ഇവിടെ ചില പ്രവർത്തനങ്ങൾ നടത്തി. കുറേ ആളുകളെ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയിട്ട് 40 ദിവസം അവർക്ക് ത്വരീഖത്തിനെ സംബന്ധിച്ച് അദ്ദേഹം വെച്ച് പുലർത്തുന്ന ത്വരീഖത്തിനെ സംബന്ധിച്ചുള്ള ആ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് ആ ഖുലഫാക്കൾ ഈ കേരളത്തിൽ വന്നപ്പോൾ ഇവിടെ വളരെയധികം ശരീഅത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ബോധ്യമായപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും സമസ്തയിലേക്ക് ആ ചോദ്യങ്ങൾ വരികയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ വളരെ വ്യക്തമായി അതിനെക്കുറിച്ച് പഠിക്കുകയും മുഷാവറ തീരുമാനമെടുക്കുകയും ചെയ്തു. 14/12/74 കെ അബൂബക്കർ ഹസ്രത്ത് നവ്വറല്ലാഹു മർകദഹു തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന മുഷാവറ നൂരിഷ ത്വരീഖത്ത് ശറഇനോട് വിരുദ്ധമാണ്. ശറഇനോട് വിരുദ്ധമായ സമീപനങ്ങളാണ് അവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് പൊതുജനങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള ഒരു തീരുമാനം സമസ്തയുടെ പ്രഖ്യാപിക്കുകയുണ്ടായി. സമസ്തയുടെ തീരുമാനം ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ആളുകൾ ആ തരീഖത്തുമായി ബന്ധപ്പെട്ട പലരും അതിൽ നിന്ന് മാറി നിന്നു. സമസ്ത ഇവിടെ കണ്ടെത്തിയ തെറ്റായ ആ ശറഇനോട് വിരുദ്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ശറഇനോട് യോജിക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി ബൈഅത്ത് വേളയിൽ ഈ ഷെയ്ഖ് അദ്ദേഹം ഇവിടെ ബൈഅത്ത് ചെയ്യുമ്പോൾ ആ ബൈഅത്തിൻ്റെ സന്ദർഭത്തിൽ 3 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊടുക്കും. 3 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊടുത്തതിന് ശേഷം ഷഹാദത്ത് കലിമയും ഉച്ചരിക്കാൻ പറയും. അങ്ങനെ ഷഹാദത്ത് കലിമയും ഉച്ചരിച്ചാൽ എല്ലാ പാപങ്ങളും പുറത്തു എന്ന് നിർബന്ധമായും വിശ്വസിക്കണം, സംശയിക്കാൻ പാടില്ല. ഈ പിഴച്ച ത്വരീഖത്തുകളുടെ എല്ലാം തന്നെ ഒരു പൊതു സ്വഭാവം നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നേരത്തെ കോക്കൂർ ത്വരീഖത്തിൻ്റെ ആളുകൾ പറഞ്ഞത്, ത്വരീഖത്തിൽ വരുന്നതിന് മുൻപ് ഞങ്ങൾ അമുസ്ലിങ്ങളായിരുന്നു, ത്വരീഖത്തിൽ വന്നതോടുകൂടി ഞങ്ങൾ മുസ്ലിങ്ങളായി മാറിയിരിക്കുന്നു, ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് കോക്കൂർ ത്വരീഖത്തിൻ്റെ ആൾക്കാർ പറഞ്ഞിരുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ബൈഅത്ത് വേളയിൽ ഷെയ്ഖ് തൻ്റെ ശിഷ്യന്മാരോട് മുരീദന്മാരോട് പറയുന്നത് എന്താണ്? 3 പ്രാവശ്യം ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലിക്കൊടുക്കുകയും മാത്രമല്ല കലിമത്തു ഷഹാദ ഒന്ന് ചൊല്ലിക്കൊടുക്കുകയും ചെയ്താൽ ഇതോടുകൂടി നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കണം, സംശയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായ വലാലത്താണ്, ശരീഅത്തിന് നിരക്കാത്ത പ്രവർത്തനമാണ്. കാരണം ഒരു തൗബ അല്ലാഹു തആല സ്വീകരിക്കും. തൗബ എന്ന് പറയുന്നത് ശരിയായ തൗബ, അതിൻ്റെ ശുറൂത്തുകളെല്ലാം ആദാബുകളെല്ലാം പാലിച്ചുകൊണ്ടുള്ള ഒരു തൗബ ഒരു വ്യക്തിയിൽ നിന്നുണ്ടായാൽ ആ തൗബ അല്ലാഹു സ്വീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇസ്ലാമിന് മുൻപുള്ള ഒരാൾ ഇസ്ലാമിലേക്ക് വന്ന് കലിമത്തു ഷഹാദ ചൊല്ലിയാൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളൊരവസ്ഥാവിശേഷം, അങ്ങനെയുള്ള ഒരു ഈ ത്വരീഖത്തും നീങ്ങുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് കൂടി പരിശോധിച്ച് നോക്കുമ്പോൾ പണ്ഡിതന്മാരെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തിയത് വയംബഗി അഹ്ലി തൗബ, തൗബയുടെ ആളുകൾക്ക് വളരെ അത്യാവശ്യമാണ്. അയ്യുഹാസിബു നുഫൂസഹും, അവരുടെ ശരീരങ്ങളെ അവർ ശരിയായ രീതിയിൽ വിചാരണ നടത്തണം. ഫീ കുല്ലി തർഫത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും. ഖൂത്തുൽ ഖുലൂബ് പോലെയുള്ള തസവുഫിൻ്റെ കിതാബുകൾ പരിശോധിച്ചാലും ഈ കാര്യങ്ങളെല്ലാം കാണാം. അങ്ങനെയുള്ള പശ്ചാത്താപം നടത്തിയ ഒരാൾ അങ്ങേയറ്റം ഹൃദയത്തിന് ആ ലോലത, ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ആ ലോല സ്വഭാവം ആ അബ്ദിൽ കാണാൻ കഴിയും. ശരിയായ പശ്ചാത്താപം വേണം, ഖേദം വേണം, ചെയ്തു പോയ ദോഷങ്ങളെക്കുറിച്ച് അങ്ങേയറ്റത്തെ ഖേദം വേണം. അങ്ങനെ ഇനി ഒരിക്കലും ദോഷങ്ങളിലേക്ക് ഞാൻ മടങ്ങുകയില്ലെന്നു ദൃഢനിശ്ചയം ചെയ്യണം. മാത്രമല്ല മനുഷ്യരുമായുള്ള എല്ലാ ഹക്കുകളും ഇടപാടുകളും
അതിൽ നിന്നെല്ലാം തന്നെ പൂർണ്ണമായും മാറി നിൽക്കണം. അതാണ് തൗബയുടെ ശുറൂത്ത്. ഒരു മൂമിൻ, ആ മൂമിൻ അവൻ്റെ ദോഷങ്ങളെ കാണുന്നത് വലിയ ഒരു പർവ്വതത്തിൻ്റെ താഴ്ഭാഗത്ത് അവൻ ഇരിക്കുകയാണ്. അവൻ ഭയപ്പെടുന്നു ആ പർവ്വതം അവൻ്റെ മീതെ ഒന്നിച്ച് പൊളിഞ്ഞു വീഴുമോ എന്ന് ഭയപ്പെടുന്നത് പോലെ ദോഷങ്ങളെക്കുറിച്ചുള്ള അങ്ങേയറ്റത്തെ ഭയം ഈ മൂമിനുണ്ട്. മറിച്ച് വൽ മുനാഫിക്കുല്ലദീ യറാ ദംബഹു കദുബാബിൻ മറ അലാ അംഫിഹി, ഒരു കപടവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഈച്ച. ആ ഈച്ച അവൻ്റെ മൂക്കിൻ്റെ മുൻഭാഗത്തൂടെ പാറിയാൽ അതിന് വലിയ പ്രാധാന്യമൊന്നും നൽകുന്നില്ലല്ലോ. ഇതുപോലെയാണ് ഒരു കപടവിശ്വാസിയുടെ സ്വഭാവം എന്ന് നബി കരീം പഠിപ്പിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഒരു ത്വരീഖത്തിലേക്ക് കടന്നു വരുന്ന ഒരാളോട് ആ 2-3 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്ത് കലിമത്തു ഷഹാദ ഒന്ന് ചൊല്ലിയാൽ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ടു എന്ന് വിശ്വസിക്കണം എന്ന് പറയുന്നത് ശരീഅത്ത് വിരുദ്ധമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ വ്യക്തമായി പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു വാദമാണ് ഇസ്ലാമിലെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ത്വയ്യിബ. ആ കലിമത്തു ത്വയ്യിബക്ക് ഈ നൂരിഷാ തരീഖത്തുകാർ നൽകുന്ന അർത്ഥം എന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് കലിമത്തു ത്വയ്യിബയാണ്. ആ കലിമത്തു ഷഹാദ ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ അല്ലാഹു അല്ലാതെ ഒരാരാധ്യനില്ല. ഹക്ക് കൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവൻ അല്ലാഹു മാത്രമാണ്. ലാ മഅ്ബൂദ ബിഹഖിൻ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്ന ഒരാൾ ഇല്ല എന്ന് വ്യക്തമായി ദൃഢമായി ഉറപ്പിച്ചുകൊണ്ട് ആ കാര്യം വ്യക്തമായി പറയണം. അപ്പോഴാണ് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അതാണ് കലിമത്തു ത്വയ്യിബ എന്ന് പറയുന്നത്. കലിമത്തു ഷഹാദ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും ഇവരിവിടെ കലിമത്തു ഷഹാദയിലെ ഇലാഹ് എന്ന പദത്തിന് അതിന് ദുർവ്യാഖ്യാനം നൽകി. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ലാ ഖാലിയൽ ഹാജാത്തി ഇല്ലല്ലാ, ലാ ഖാലിയൽ ഹാജാത്തി ഇല്ലല്ലാ, ആവശ്യങ്ങൾ നിർവഹിക്കുന്നവൻ അല്ലാഹു അല്ലാതെയില്ല. അവർ പഠിപ്പിക്കുകയാണ്. അവരുടെ തഅലീമുകളിലെല്ലാം തന്നെ പഠിപ്പിക്കുന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ലാ മഅ്ബൂദ ബിഹഖിൻ എന്നല്ല അർത്ഥം. യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവൻ അല്ലാഹു അല്ലാതെ വേറെയില്ല എന്നല്ല അർത്ഥം. അവരുടെ തഅലീമുകളിൽ പഠിപ്പിക്കുകയാണ്. അതിനൊരു ന്യായീകരണം എന്താ കണ്ടെത്തിയത്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന പരിശുദ്ധ പദം ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് ഇവിടെ നിലവിലുള്ളതാ. ആദം നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ഇവിടെ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരില്ല. അല്ലാഹു അല്ലാത്തവരെ അല്ലാതെയുള്ള ഒരു ആരാധ്യൻ ഇവിടെ വേറെ ഇല്ല. ഒരു മഅ്ബൂദ് വേറില്ല എന്നാ, അല്ലാഹുവാണ്, വേറെ ഇല്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അക്കാലത്തും അത് സാധിക്കാകണമെങ്കിൽ ലാ മഅ്ബൂദ ബിഹഖിൻ എന്ന അർത്ഥം കൊടുത്താൽ ശരിയാകൂല. ലാ ഖാലിയൽ ഹാജാത്തി ഇല്ലല്ലാ, ആവശ്യങ്ങൾ നിറവേറ്റുന്നവൻ അല്ലാഹു അല്ലാതെ വേറെയില്ല എന്നർത്ഥം കൊടുക്കണം. ആവശ്യങ്ങൾ നിറവേറ്റുന്നവൻ അല്ലാഹു അല്ലാതെ വേറെയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആഫത്തുകൾ വരുമ്പോൾ തടുക്കുന്നവൻ വേറെ ആരാണ്? ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നവൻ അല്ലാഹു അല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ ഇതാണ് അതിനർത്ഥം എന്ന് പറഞ്ഞാൽ പിന്നെ ആഫത്തുകളൊക്കെ ഉണ്ടാകുമ്പോൾ തടുക്കുന്നവർ പിന്നെ ആരാണ് ഈ ആഫത്തുകളെയൊക്കെ തടുക്കുന്നത്? അത് അല്ലാഹു അല്ലാത്ത മറ്റാരെങ്കിലും ഉണ്ടോ? അപ്പോൾ തൗഹീദ് പൂർണ്ണമാവുകയില്ല. ഇവൻ്റെ തൗഹീദ് പൂർണ്ണമാകണമെങ്കിൽ ലാ മഅ്ബൂദ ബിഹഖിൻ, ഇങ്ങനെ ഇവർ പറയുന്ന ഒരു ലാ ഖാലിയൽ ഹാജാത്തി ഇല്ലല്ലാ എന്ന അർത്ഥം ഇവിടെ ആരും മുൻപ് നൽകിയിട്ടില്ല. അത് പിഴച്ച വാദമാണ്. ഇത് തഅലീമിൽ ഇങ്ങനെ പഠിപ്പിച്ച് ആ മുരീദന്മാരിൽ നിന്ന് അവരുടെ സമ്പത്തൊക്കെ കൈവശപ്പെടുത്തുവാനുള്ള ഒരാസൂത്രിത ശ്രമമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഈ ദുർവ്യാഖ്യാനം കൊണ്ട് അവരുദ്ദേശിക്കപ്പെടുന്നത് എന്ന് അവരുടെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതുകൊണ്ട് സമസ്ത പറഞ്ഞു ആ ത്വരീഖത്ത് പിഴച്ചതാണ്, ആ ത്വരീഖത്ത് പിഴച്ചതാണ്. മറ്റൊരു ത്വരീഖത്താണ് നമ്മുടെ മുമ്പിലുള്ള ആലുവ ത്വരീഖത്ത്. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ആലുവ ത്വരീഖത്ത് വന്യരായ കാളമ്പാടി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ആലുവ ത്വരീഖത്തിനെ സംബന്ധിച്ചിടത്തോളം 2006 തീരുമാനമെടുത്തു. നിങ്ങളെല്ലാം അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞു. എന്താണ് ആലുവ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാദഗതി എന്താ? അയാൾ പറഞ്ഞു ത്വരീഖത്ത് മൊത്തം 14 എണ്ണമാണ്. ഈ 14-ൽ
ഒന്ന് മാത്രമേ ഈമാനുള്ളതുള്ളൂ. ഈമാൻ ഒന്നിൽ മാത്രമേയുള്ളൂ. ബാക്കിയുള്ളതിലെല്ലാം ചേർന്നാൽ മുഅ്മിനായി മരിക്കാൻ കഴിയില്ല, മുസ്ലിമായി മരിക്കാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഈമാനുള്ള ത്വരീഖത്തേതാ? അത് താൻ നേതൃത്വം നൽകുന്ന ത്വരീഖത്താണ്. ആലുവ ത്വരീഖത്ത് യൂസുഫ് സുൽത്താൻ, അദ്ദേഹത്തിൻ്റെ വാദഗതിയാണത്. ഇത് ഇസ്ലാമിന് കടകവിരുദ്ധമായൊരു വാദഗതിയാണ്. കാരണം ഇവിടെ മുഅ്മിൻ ശറഈയായ നിലക്ക് ഒരാൾ മുസ്ലിം ആണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുഅ്മിൻ തന്നെയാണ്. ശറഈൻ്റെ ഭാഷയിൽ മുസ്ലിമും മുഅ്മിനും ഒന്നാണ്. ഖുർആൻ പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുന്ന മതം ഇസ്ലാമാണ്. അവിടെ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈമാൻ ഒഴിച്ചു നിർത്തിയിട്ടുള്ള ഒരു ഇസ്ലാം അല്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു ലക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇവിടെ ഇസ്ലാം ദീന എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി ഞാൻ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈമാൻ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു ഇസ്ലാം അല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. മാത്രമല്ല, ഇനി നാം മരണപ്പെട്ടാൽ നമ്മയൊക്കെ ഖബറിൽ വെക്കും. ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മുൻകർ നക്കീർ അലൈഹിമുസ്സലാത്തു അവിടെ വരും. മുൻകർ നക്കീർ അലൈഹിമുസ്സലാം അവിടെ വരും, ഖബറിൽ വരും. നമ്മോടൊരു ചോദ്യം ഉന്നയിക്കും. എന്താണ് ആ ചോദ്യം? വമാ ദീനുക എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. വമാ ദീനുക എന്ന് ചോദിക്കുമ്പോൾ എന്താണ് അതിന് മറുപടി പറയുക? ഈ ആലുവ ത്വരീഖത്ത്, ഈ ഷെയ്ഖ് ഇദ്ദേഹത്തിൻ്റെ ത്വരീഖത്ത് സ്വീകരിക്കാത്ത മുസ്ലിങ്ങൾ മുഴുവനും, ആളുകൾ മുഴുവനും മുസ്ലിങ്ങളെ ആവുകയുള്ളൂ, മൂമിൻ ആവുകയില്ല. മൂമിൻ ആകണം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ത്വരീഖത്തിൽ ചേരണം. ഖബറിൽ വെച്ചുകൊണ്ട് വമാ ദീനുക എന്ന് ചോദിക്കുമ്പോൾ അൽ ഇസ്ലാമു ദീനി എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? ഈമാൻ ഒഴിച്ചുള്ള ഇസ്ലാമാണോ? എന്താണ് ആലുവ ത്വരീഖത്തുകാർ മറുപടി പറയുക? അള്ളാഹുവിൻ്റെ മലായികത്ത് ആ ദീനുക എന്ന് ചോദിച്ചാൽ അൽ ഇസ്ലാമു ദീനി എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന ഇസ്ലാം ഈമാൻ അതിലില്ല, ഈമാൻ അതിൽ പെടുകയില്ലേ? മുൻകർ നക്കീർ വേറെ ചോദിക്കുന്നുണ്ടോ? നിന്റെ വമാ ഈമാനുക എന്ന് ചോദിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം വേറെ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഖബറിൽ വ്യക്തമായ മറുപടി ഇമാം ബുഖാരിയൊക്കെ പഠിപ്പിച്ചത് എന്താ? ദീനി അൽ ഇസ്ലാം, അൽ ഇസ്ലാമു ദീനി, ഇതല്ലേ മറുപടി. ഇവിടെ തെറ്റായ വാദഗതികളുമായി വരുന്ന തരീഖത്തുകളെയാണ് സമസ്ത ഇവിടെ അതിനെതിരെയാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. ആ പിഴച്ച തരീഖത്തുകളാണ് കോരൂർ തരീഖത്തും ചോറ്റൂർ തരീഖത്തും നൂരിഷ തരീഖത്തും ആലുവ തരീഖത്തും ഷംസിയ തരീഖത്തും. അങ്ങനെ സമസ്ത ഇവിടെ തീരുമാനങ്ങളെടുത്ത് ഒരുപാട് തരീഖത്തുകളുണ്ട്. ഇതൊക്കെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞാൽ ശരീഅത്തിൻ്റെ നിയമങ്ങളോട് യോജിക്കാത്ത ഒരുപാട് ദലാലത്തുകൾ ഇവരുടെയൊക്കെ തരീഖത്തുകളിലുണ്ട്. അള്ളാഹുവിനെക്കുറിച്ചുള്ള ആ വിശ്വാസം മനുഷ്യൻ്റെ ഹൃദയത്തിൽ അങ്ങ് കടക്കുമ്പോൾ ഈ മനുഷ്യന് അള്ളാഹുമായി അടുക്കുകയാണ്. ഒരു തരീഖത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന അതാണ് ശരിയായൊരു തരീഖത്ത്. അള്ളാഹു തആല ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത രീതി പരിശോധിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തുക എന്നതാണ് ശരിയായ ഒരു ത്വരീഖത്ത്. വതരീഖു കുല്ലി മശായിഖിൻ ഖദ് ഖുയ്യിദത് ബികിതാബി റബ്ബി വൽ ഹദീസ് തഅസ്സുലാ. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ മശായിഖന്മാരുടെയും ഹക്കായ ത്വരീഖത്തിൻ്റെ മശായിഖന്മാർ അവരുടെ മാർഗം അത് കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ളതാ. നബി കരീമിൻ്റെ ചര്യ പരിശോധിക്കുക എന്നതാ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വത്തക്ക തിന്നിട്ടില്ല എന്നാണ്. കാരണം വത്തക്ക റസൂലുള്ള എങ്ങനെ തിന്നു എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിനോ റിപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് വത്തക്ക തിന്നിട്ടില്ല. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ സൂക്ഷ്മത, ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയാണ്. മക്കയിലെ ബഹുമാനപ്പെട്ടവർ ഒരു പച്ചക്കറി കച്ചവടക്കാരൻ്റെ കയ്യിൽ ഒരു ചെമ്പിൻ്റെ പാത്രം പണയം വെച്ചു. അത് എടുക്കാൻ ചെന്ന നേരത്ത് ആ പച്ചക്കറി കച്ചവടക്കാരൻ 2 ചെമ്പിൻ്റെ പാത്രം എടുത്ത് കാണിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, നിങ്ങളുടെ ചെമ്പിൻ്റെ പാത്രം ഏതാണ് തിരഞ്ഞെടുക്കുക, എനിക്കറിയില്ല. ബഹുമാനപ്പെട്ടവർ നോക്കുമ്പോൾ തിരിച്ചറിയുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ പാത്രം വേണ്ട, ദീനാർജെടുത്തോ കാശ് എടുത്തോ, പാത്രം മുഴുവനും എടുത്തോ. അപ്പോൾ ആ ബക്കാൽ പറഞ്ഞത് എന്താണെന്നറിയോ? അല്ലയോ ഇമാം അവറുകളെ, ഞാൻ നിങ്ങളെ ആ സൂക്ഷ്മത ഒന്ന് പരിശോധിച്ചതാ, നിങ്ങളുടെ പാത്രം ഇതാണ് എന്ന് തൊട്ട് കാണിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എനിക്ക് വേണ്ട, എല്ലാം നീ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞുപോയി.
അതാണ് ത്വരീഖത്ത്. എല്ലാ സംശയാസ്പദമായ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ സാമീപ്യം കരസ്ഥമാക്കിക്കൊണ്ടുള്ള ശരീഅത്തിനോട് മുഖാലഫത്തുള്ള ഒരു ത്വരീഖത്ത് നമുക്ക് സ്വീകരിക്കാൻ നിർവാഹമില്ല. അള്ളാഹുവിലേക്ക് പോകണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതല്ലാഹു നമുക്ക് ആ ശരിയായ മാർഗം, ആ മാർഗത്തിൽ അള്ളാഹു നമ്മെ നിലനിർത്തി തരട്ടെ. പിഴച്ച മാർഗങ്ങളെല്ലാം മാറി നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യുവാനുള്ള അനുകൂല സാഹചര്യവും തൗഫീക്കുമൊക്കെ അള്ളാഹു നമുക്കെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ പ്രവർത്തകർക്കും അള്ളാഹു നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.